ഈ ആഴ്ച റിലീസായ മലയാള കോമഡി സിനിമയായ പരിവാർ എന്നുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് വൈഫും അമ്മയായിട്ട് വനിതാ സിനിപ്ലെക്സിലെ സ്ക്രീൻ 4 DTSX സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. 100 രൂപയുടെ പോപ്കോണും ഫ്ലേവേർഡ് ആയിട്ടുള്ള 50 രൂപയുടെ കപ്പവർത്തവും മേടിച്ചായിരുന്നു. തിയേറ്ററിൽ DTSX സംവിധാനം ഉണ്ടെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇതുവരെ DTSX കണ്ടന്റ് കൊടുത്തിട്ടില്ല. എൻ്റെ അമ്മയും വൈഫും DTSX ആക്കിയതിന് ശേഷം ഇന്നാണ് ഈ തിയേറ്റർ സ്ക്രീനിലേക്ക് കയറുന്നത്. നല്ല ബുക്കിംഗ്സ് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്, അതുകൊണ്ട് തന്നെ കോർണർ സീറ്റാണ് കിട്ടിയത്. എൻ്റെ പരാതിയാണ് എന്നോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് സ്ക്രീൻ 3 ഉണ്ടായിരുന്ന 4K ലേസർ പ്രൊജക്ഷനാണ് ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വിത്ത് 3D മോഡുലേറ്റർ ഫ്രം ഡെപ്ത് ക്യൂ. ഈ ഫ്ലേവേർഡ് കപ്പുറത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ലേസൊക്കെ പോലെ തന്നെ 80% കാറ്റും 20% സാധനമുള്ളൂ. ട്രെയിലേഴ്സ് പ്ലേ ചെയ്യുമ്പോഴും സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോഴും ഈ ലൈറ്റ് ഓണായി കിടന്ന് വെറുപ്പിക്കലേ തോന്നിയെങ്കിലും അതിന് വലിയ വെറുപ്പിക്കലായിരുന്നു സിനിമയുടെ ഇടയിലുള്ള ഇവന്റെ മൊബൈൽ ലൈറ്റിന്റെ വെറുപ്പിക്കൽ. ഇന്റർവെല്ലായപ്പോൾ തിരക്കിന്റെ ഇടയിൽ കൂടെ അനുഭവം പോയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് 3 മേടിച്ചു. ഈ സിനിമ ഇറങ്ങിയ ദിവസം തന്നെ ഉച്ചയ്ക്ക് 1:30 ഷോ കാണാൻ വേണ്ടി ഇതേ തിയേറ്ററിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ മാത്രമേ വന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഷോ നടന്നില്ല. ഇന്ന് പക്ഷേ ആ സിനിമ കാണാൻ വന്നപ്പോഴേക്കും ഇത്ര ആളക്കണപ്പോൾ സന്തോഷം തോന്നി. പരിവാർ എന്നുള്ള മലയാള സിനിമ ഉണ്ട് വീട്ടിലെത്തി. ഡയറക്റ്റഡ് ബൈ ഉല്ലാസ് രാജീവ് ആൻഡ് ഫഹദ് നന്ദു. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം, മൈക്ക്, ഗോളം, കൽബ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൻഡ് സജീവ്, ഫ്രാഗ്രൻ നേച്ചർ ഹോട്ടൽസിൻ്റെയൊക്കെ ഉടമസ്ഥരാണ്. അവരുടെ മകനാണ് രഞ്ജിത്ത് സജീവ്. പക്ഷേ ഈ സിനിമയിൽ രഞ്ജിത്ത് സജീവ് അഭിനയിച്ചിട്ടില്ല. ഇതിനകത്ത് മെയിൻ ലീഡ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ദ്രൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, പ്രശാന്ത് ചേട്ടൻ, പിന്നെ നമ്മളെ സുഡാനിയിലേക്കുള്ള ഒരു അപ്പൂപ്പനില്ലേ പുള്ളിക്കാരൻ വേറെ ലെവലായിരുന്നു. അത് കിഡുമായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ നടിമാരായിട്ട് കുറച്ച് പേരുണ്ട്. അതിനകത്ത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഒരാളെയാണ്. തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ സിനിമയിലുള്ള ലീഡ് ആക്ട്രസ്സായിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഉണ്ണിമായ എന്ന് പറഞ്ഞ കുട്ടി ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പുള്ളിക്കാരി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ഡാർക്ക് കോമഡിയാണ്. ഒരു വയസ്സായിട്ടുള്ള ഒരു പടുകിളവൻ മരിക്കാനായി കാത്തു കിടക്കുന്നതും അദ്ദേഹത്തിന് കുറച്ച് മക്കളുണ്ട്. എല്ലാവരും പേര് അർജുനൻ, സഹദേവൻ, നകുലൻ എന്നൊക്കെയാണ്. അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഡാർക്ക് കോമഡിയാണ് അവർ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ഹാഫ് ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊക്കെ പോയി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴേക്കും ഈ സിനിമ പലയിടത്തും ഭയങ്കര ഡ്രാഗ് എനിക്കും എൻ്റെ ഫാമിലിക്കും അനുഭവപ്പെട്ടു. ഇതേ അഭിപ്രായം തന്നെയാണ് എൻ്റെ അമ്മയ്ക്കായാലും എൻ്റെ വൈഫിനായാലും. ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് ചിരിച്ച് നല്ല ഉല്ലസിച്ചൊക്കെ പോയി. സെക്കൻഡ് ഹാഫിൽ ആ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടിയില്ല എന്നുള്ളതാണ്. ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇതേപോലെയൊക്കെ തന്നെയല്ലേ നാരായണീൻ്റെ 3 ആൺമക്കൾ എന്നുള്ള സിനിമ എന്നുള്ള ഒരു ഫീൽ എനിക്ക് വന്നു. ആ സിനിമയുടെ ഒരു ഡാർക്ക് ഹ്യൂമർ വേർഷൻ പോലെയാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. എന്തൊക്കെയൊക്കെ സിമിലാരിറ്റീസ് ഫീൽ ചെയ്തു. പല കാര്യങ്ങളും എനിക്ക് ആ സിനിമയുടെ ഒരു സ്പൂഫ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഹ്യൂമർ വേർഷൻ എടുത്ത പോലെയൊക്കെയാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. രണ്ടും ഈ കൊല്ലം കണ്ട സിനിമകളാണല്ലോ. നാരായണീൻ്റെ 3 ആൺമക്കൾ എന്നുള്ള സിനിമ ഇപ്പോൾ OTT വന്നിട്ടുമുണ്ട്. ഇത് തിയേറ്റർ വാച്ച് സിനിമയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡൗട്ട് ഇറ്റ്. എനിക്കത് അങ്ങനെ ഫീലായില്ല. ഇത് തിയേറ്ററിൽ തന്നെ കാണണമെന്നൊന്നും എനിക്ക് ഫീലായില്ല. പക്ഷേ നിങ്ങളെന്തായാലും തിയേറ്ററിൽ പോയി കാണണം. കാരണം എൻ്റെ അഭിപ്രായം അല്ല നിങ്ങളുടെ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണിത്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ വിപരീതമായിട്ടൊക്കെ തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം എടുത്താൽ മതി. എൻ്റെ അഭിപ്രായം വിലക്ക് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് തികച്ചും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഒരു അഭിപ്രായം മാത്രമാണ്. അമ്മയ്ക്കും വൈഫിനൊന്നും ഈ സിനിമ അത്രയ്ക്കും അങ്ങോട്ട് ബോധിച്ചില്ല എന്ന് പറയാൻ പറഞ്ഞു. അവർ തിരക്കുകളായതുകൊണ്ടാണ് വരാൻ പറ്റാത്ത വീഡിയോയിൽ, പണ്ടത്തെ പോലെയൊന്നും. അപ്പോൾ എന്തായാലും ഈ സിനിമ ഞങ്ങൾക്ക് തികച്ചും ഒരു ആവറേജ് അനുഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് നല്ലതായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് വളരെ ആവറേജ് ആൻഡ് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു എൻഡിങ്ങും ആ ട്വിസ്റ്റൊക്കെ ശരിക്കും നേരത്തെ തന്നെ മനസ്സിലായി. ഇത് എങ്ങോട്ടാണ് പോക്കെന്നൊക്കെ എനിക്ക് ഇതായിരിക്കും സംഭവം എന്നൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് തന്നെ ആയിരിക്കും സംഭവം എന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ എൻഡ് ചെയ്ത്. ഇതിന് മുന്നേ അദ്ദേഹം ഇതേപോലത്തെ തന്നെ ഒരു സാധനം വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ സസ്പെൻസ് പൊളിയും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഒരു ചെറിയൊരു ലൈറ്റ് ടൈപ്പ് സസ്പെൻസ് ഇതിനകത്തുണ്ട്, പക്ഷേ മിക്കവർക്കും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം എൻ്റെ അമ്മയും എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ഇത് നേരത്തെ മനസ്സിലായി. ഒരു പർട്ടിക്കുലർ ഡയലോഗ് കാരണം പെട്ടെന്ന് അത് കത്തിയെന്നൊക്കെ പറഞ്ഞു. എനിക്കും ആ ഡയലോഗിൽ നിന്നാണ് കാര്യം മനസ്സിലായത്. ഇത് തുടർച്ചയായിട്ട് ഈ ഡയലോഗിനെ കേട്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു. ഇനി ഞാൻ എന്താണെന്ന് റിവീൽ ചെയ്യുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കുക. പിന്നെ എൻ്റെ ഫോണാണ് നിലത്ത് പോയത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഉല്ലാസ് മാത്രമല്ല ഫഹദ് നന്ദു എന്ന് പറഞ്ഞ ആളും കൂടി ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഉല്ലാസ് ഇതിന് മുന്നേ എടുത്തൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതെൻ്റെ അമ്മ ആ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയിലുള്ള നായകൻ ഇതിനകത്തുണ്ട്. ആളുടെ പേര് ഋഷികേഷ് എന്നാണ്. ആളിതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് റോളാണ്. ആൾ സിനിമ കാണാനും വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നേരിട്ട് കണ്ടായിരുന്നു. അപ്പോൾ ആളുടെ റോൾ ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ സിനിമ തികച്ചും ഞങ്ങൾക്കൊരു ആവറേജ് അനുഭവം അത്രേ പറയാനുള്ളൂ. ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ്
90% ഓഫ് ദ സീറ്റ്സ് വെയർ ഫിൽഡ്. വനിതയിൽ ഈ സിനിമ കാണാൻ ഇത്രയും പേര് വന്നായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞാൻ ഈ സിനിമ ആദ്യ ദിവസം ഇറങ്ങിയ ദിവസം തന്നെ ഉച്ചയ്ക്ക് 1:30 ഷോ കാണാൻ വേണ്ടിയിട്ട് വനിതയിൽ പോയി. സ്ക്രീൻ 4 അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സിനിമ കാണാൻ വന്നത്. അതുകൊണ്ട് തന്നെ ആ ഷോ ക്യാൻസലായിപ്പോയി. എന്നിട്ട് ഞാൻ വേറൊരു സിനിമയ്ക്ക് കയറുകയാണ് ചെയ്തത്. രാവിലെ ഉണ്ടായിരുന്ന ഷോ കാസ്റ്റ് ആൻഡ് ക്രൂ ആയിരുന്നു, വൈകുന്നേരം കാസ്റ്റ് ആൻഡ് ക്രൂ ആയിരുന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ പിന്നെ ഷോ ഉണ്ടായിരുന്നത് ഞാൻ ഈ പോയ ഷോ ആണ്. അതിന് മുന്നേ വനിതയിൽ വേറെ ഷോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഷോയിലും കുറേ കാസ്റ്റ് ആൻഡ് ക്രൂവില അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എന്തൊക്കെയോ കുറച്ച് പേരുണ്ടായിരുന്നുകൊണ്ട് അല്ലാതെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് പേഴ്സണലി വളരെ ജെന്യുവനായിട്ട് സാധാരണ ജനങ്ങളിൽ ഉൾപ്പെടെ വന്ന് കണ്ട ഒരു ഷോ ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ ഫീഡ്ബാക്ക് ഞാൻ ശ്രദ്ധിച്ചു, ഓരോരുത്തരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫാമിലിക്ക് ഇത് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു പടമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് പടം കാണുന്നവരാണ്. അപ്പോൾ വല്ലപ്പോഴും മാത്രം തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ബാക്ക്ഡ് അപ്പ് ബൈ ഗുഡ് പെർഫോമൻസസ്. ഇന്ദ്രൻ ചേട്ടനായിക്കോട്ടെ, ജഗദീഷ് ചേട്ടനായിക്കോട്ടെ, പ്രശാന്ത് ചേട്ടനായിക്കോട്ടെ, എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നവരാണ്. പ്രശാന്ത് ചേട്ടൻ്റെ പുരുഷപ്രേതം എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സോണി ലെവലുണ്ട്, കണ്ടു നോക്കുക. കൃഷാന്ത് എന്ന് പറഞ്ഞൊരു കിടിലൻ ഡയറക്ടറിൻ്റെ പടമാണ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആവാസ വ്യൂഹമൊക്കെ എടുത്ത ഡയറക്ടറാണ്. എന്തായാലും അവാർഡ് വിന്നിങ് ഡയറക്ടറാണ്. അപ്പോൾ ആ സിനിമ ഒരു പ്രത്യേക ടൈപ്പ് ഒരു പടമാണ്. അതുപോലെയൊക്കെ തന്നെയാണ് വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതൊരു ഡാർക്ക് ഹ്യൂമർ കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണ്. ഡാർക്ക് കോമഡി എന്നും കൂടെ പറയും. ജഗദീഷ് ചേട്ടൻ ഹീ ഈസ് ഓൺ എ റോൾ നൗ. എല്ലാ പടവും കിടിലൻ ക്യാരക്ടേഴ്സ്, അന്യായ അഭിനയവും. പിന്നെ ഇൻ്റർവ്യൂസിൽ ഡാം ഓണസ്റ്റ്, കിടിലൻ മനുഷ്യനാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അതിപ്പോൾ സിനിമയിലും ആയിക്കോട്ടെ ഓഫ് സ്ക്രീനും ആയിക്കോട്ടെ ആൾ ഭയങ്കര അടിപൊളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സിനിമയിലും പുള്ളിയൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ അപ്പൂപ്പൻ, പുള്ളിക്കാരൻ്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല. അയ്യോ, കിടിലൻ പെർഫോമൻസ്. ഈ സിനിമയിലൊരു അടിപൊളി സീനുണ്ട്. 2 കമിതാക്കൾ പുള്ളിയുടെ ഫ്രണ്ടിൽ കിടന്നിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. പുള്ളി കിടന്ന കിടപ്പാണ്, അനങ്ങത്തൂല. അപ്പോൾ ഒരാൾ നേഴ്സാണ്, ഒരാൾ മകനാണ്. ഇവർ രണ്ടുപേരും ഇങ്ങേരുടെ ഫ്രണ്ടിൽ കിടന്നിട്ട് ഇങ്ങേരെ പരിപാലിക്കാൻ വന്നുള്ള രീതിയിൽ കിടന്നിട്ട് ഇവർ റൊമാൻറ്റിക് സോങ് ഉണ്ട്. അത് നൈസായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഈ പുള്ളി ഇടുന്ന കുറേ എക്സ്പ്രഷനൊക്കെ ഉണ്ട്, അതൊക്കെ കിഡുമാണ്. അതേ പറയാം, ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് സിനിമ കലോടച്ച് കളഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നത് ഡയറക്ടറിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്ത ഒരു അവസ്ഥയിലൊക്കെ എത്തിയെന്ന് തോന്നുന്നു. പിന്നെ എൻഡിങ് ഒക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എൻഡ് ചെയ്ത ഒരു ഫീലാണ് എനിക്കുണ്ടായത്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആവാനേ ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം വിലക്കെടുക്കണ്ട, നിങ്ങൾ സിനിമ കണ്ടു നോക്കുക തിയേറ്ററിൽ എന്നിട്ട് പറയുക. ഓൾറെഡി സിനിമ കണ്ടവരാണെങ്കിൽ അടിക്ക് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ പറഞ്ഞിട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ നേരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ബൈ ബൈ.